ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ, പ്രത്യേകം ഇത്രയും സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവവചനം വായിച്ച് മധ്യസ്ഥനച്ച് പ്രാർത്ഥിപ്പാനായിട്ടും ദൈവം നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ അല്പസമയം ദൈവവചനത്തിൽ ചിന്തിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള വിഷയം നഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ചില ചിന്തകളാണ്. നഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിൽ യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ മുതൽ നമ്മൾ പുതിയ നിയമത്തിലെ കൊലോസ്യ ലേഖനം പഠനം ആരംഭിച്ചല്ലോ. യോന പ്രവാചകൻ പ്രസംഗിച്ചതായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു തുടർച്ച എന്നവണ്ണമാണ് ഈ നെഹമ്യാവിന്റെ പുസ്തകം നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. യോന പ്രവാചകന്റെ പ്രസംഗ കാലയളവിൽ നിനവേക്കാർ മാനസാന്തരപ്പെട്ടു എങ്കിലും പിന്നീട് 100 വർഷം കഴിഞ്ഞപ്പോൾ പഴയതിലും അധികമായി അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ള ഒരു അനുഭവമാണ് നഹൂം ഇവിടെ പ്രവചിക്കുന്നത്. അതുകൊണ്ട് നിനവേക്കാർക്ക് ഇനിയും വലിയ നാശമുണ്ടാകും എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള പ്രവചന വാക്കുകളെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഇവിടെ പ്രവാചകൻ വളരെ ശക്തമായി പറയുന്നതായിട്ടുള്ള വിഷയം, യഹോവ നല്ലവനാണ്, കഷ്ടദിവസത്തിൽ ശരണമാണ്, തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ഒരു ദൈവം. അപ്പോൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെയാണ് പ്രവാചകൻ തന്റെ വാക്കുകളെ വളരെ കർശനമായിട്ടുള്ള നിലയിൽ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരു വാക്യം കൂടെ നമുക്കൊരു മുന്നറിയിപ്പായിട്ട് നൽകുന്നത് 2-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ച് നോക്കുക, അര മുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. ഈ പ്രവചന വാക്കുകൾ അല്ലെങ്കിൽ ഈ പ്രത്യേകമായിട്ടുള്ള ആഹ്വാനം ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ നമ്മൾ വായിക്കുമ്പോൾ, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളണം, വഴി സൂക്ഷിച്ചു നോക്കണം, അര മുറുക്കിക്കൊള്ളണം, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കണം. ഇന്ന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഞാനിന്ന് പറയുവാനായിട്ട് ശ്രമിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിൽ നിന്ന് അകന്നു പോയതായിട്ടുള്ള നിനവേക്കാർക്ക് നഹൂം പ്രവാചകനിലൂടെ ദൈവം കൊടുക്കുന്ന, എന്ന് വെച്ചാൽ പാപബോധത്തിലേക്ക് തിരിക്കുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നഹൂം എന്ന വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ യഹോവയുടെ ആശ്വാസം എന്നാണ് നഹൂം എന്ന വാക്കിന്റെ അർത്ഥം. നെഹമ്യാവ് എന്ന വാക്കിന്റെ ഷോർട്ട് ഫോം ആണ് നഹൂം. മാത്രമല്ല, നഹൂമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടുണ്ട്. ഞാൻ അതിന്റെ മുഖവരിയായിട്ട് പറഞ്ഞ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അശൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായ നിനവേ നഗരത്തിനെതിരെ ദൈവത്തിന്റെ ന്യായവിധി പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള വാക്കുകളെ നമുക്കിവിടെ കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് 1, 2, 3 വാക്യങ്ങളിൽ പഠിക്കുമ്പോൾ, ദൈവം ദീർഘക്ഷമയുള്ളവനായിരിക്കെ തന്നെ അവൻ തീഷ്ണതയുള്ളവനും പ്രതികാരം ചെയ്യുന്നവനുമാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ ഇവിടെ കൊടുക്കുന്ന വാക്കെന്താണ്? ഇന്ന് അനേകം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ന് ഈ ലോകത്തിലെ പാപവും അതിക്രമവും അശ്ലീലവും അതുപോലെ തന്നെ മറ്റ് പ്രതിസന്ധികളും കാണുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ദീർഘക്ഷമയുള്ളവനായിരിക്കുന്നത്?
അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് തീഷ്ണതയുള്ളവനായിരുന്നിട്ടും ഇത്ര ക്ഷമ കാണിക്കുന്നു? അത് ദൈവം ചെയ്യുന്നതായിട്ടുള്ള ദീർഘക്ഷമയാണ് എന്നുള്ള വസ്തുതയാണ് ഇവിടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവജനത്തിന് അല്ലെങ്കിൽ ഈ ജനത്തിനെതിരെ ഉണ്ടായതായിട്ടുള്ള ദൈവകോപത്തിന് കാരണമായ അവരുടെ പാപങ്ങളുടെ ലിസ്റ്റ് ഒന്നൊന്നായി പ്രവാചകൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തീഷ്ണതയുള്ള ദൈവമാണെങ്കിലും ദീർഘക്ഷമയുള്ള ദൈവം എന്ന ആ ഒരു പരിഭാഷയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവ ശ്രേഷ്ഠതയാണ് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവം ദീർഘക്ഷമയുള്ളവനാകുന്നത് കൊണ്ട് ദൈവം തീഷ്ണതയുള്ളവൻ അല്ലാതിരിക്കുമോ? ഒരിക്കലുമില്ല. കർത്താവിന്റെ സ്വഭാവങ്ങളിൽ രണ്ട് മാത്രമാണ്, തീഷ്ണതയും ദീർഘക്ഷമയും. അങ്ങനെ പോകുന്നതായിട്ടുള്ള ദൈവജനത്തിന് അല്ലെങ്കിൽ ആ ആളുകളുടെ പ്രത്യേകതകൾ ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ ഇവിടെ ചെയ്യുന്നത്. എന്താണ് ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ നിനവേക്കാർക്ക് ഉണ്ടായതായിട്ടുള്ള പാപങ്ങൾ? ഇന്നത്തെ സാഹചര്യവുമായി നമുക്കത് എങ്ങനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും? 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. നിനവേക്കാരുടെ 1-ാമത്തെ പാപം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? യഹോവയ്ക്കെതിരായി ദോഷം നിരൂപിക്കുന്നു എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലോകത്തിന്റെ പോക്ക് കാണുകയാണെങ്കിൽ, ഇന്നത്തെ മനുഷ്യരാശിയുടെ പ്രത്യേകത നിറഞ്ഞതായിട്ടുള്ള ജീവിതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവരുടെയും പ്രവൃത്തികൾ നിഴലിച്ച് കാണുന്ന ഒരു മനോഭാവമാണ് ഇവിടെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ്? ദൈവത്തിൻ്റെതായ സ്വഭാവം, ദൈവത്തിനെതിരായിട്ട് ദോഷം ചെയ്യുകയാണ്, ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. സങ്കീർത്തനം പഠിപ്പിക്കുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന്. അപ്പോൾ ഇന്ന് മൂഢന്മാരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ദൈവമെന്ന് തിരിച്ചറിയാതെ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ മറ്റു പല കാര്യങ്ങളിലേക്കും മനുഷ്യന്റെ ശ്രദ്ധ മാറുകയാണ്. ചിലപ്പോൾ മനുഷ്യന്റെ ബുദ്ധിയാകാം, ചിലപ്പോൾ മനുഷ്യന്റെ കഴിവുകളാകാം, ലോകപ്രകാരമുള്ള സാഹചര്യങ്ങളാകാം. എന്തു തന്നെ ആയിരുന്നാലും ദൈവത്തിന് സ്ഥാനമില്ലാത്ത ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. നല്ലൊരു കാര്യം ഓർക്കണം, ഇന്നും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഭൂമിയെ നിയന്ത്രിക്കുന്നത് ദൈവം തന്നെയാണ്. ആ ദൈവത്തിന്റെ പ്രത്യേകതകൾ ഓർക്കുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകം പറയുകയാണ്, യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുന്ന ജനം. ഇന്ന് ദൈവ പ്രവൃത്തിയെ മനസ്സിലാക്കാതെ പോകുന്നതായിട്ടുള്ള ജനസമൂഹം. ഇന്ന് വഷളത്വം വർദ്ധിച്ചു വരികയാണ്. ഇന്ന് കൊലപാതകങ്ങൾ ഏറുകയാണ്. ഇന്ന് ദൈവത്തിനെതിരായിട്ട് ആ ഒരു പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? നിനവേക്കാർ ഒരിക്കൽ യോനാ പ്രവാചകന്റെ വാക്കുകളെ കേട്ടിട്ട് ദൈവം അവരുടെ മേൽ വരുത്തുവാനിരുന്നതായിട്ടുള്ള ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടത് അവരുടെ ആ സമയത്തെ മാനസാന്തരം കൊണ്ടാണ്. അത് യോനയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിക്കുവാൻ സാധിച്ചല്ലോ. എന്നാൽ എങ്കിലും ദൈവത്തെ അനുസരിക്കുവാനായിട്ട് മാനസാന്തരപ്പെട്ടതായിട്ടുള്ള ജനം ഇപ്പോൾ മറുതലിച്ചു പോവുകയാണ്. നോഹയുടെ കാലത്തും ഈ കാലയളവിലും ഒക്കെ ശക്തമായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് ഈ വിഷയത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിനെതിരായി ദോഷം നിരൂപിക്കുന്ന സമൂഹം. ഇന്ന് ദൈവത്തെ ഭയപ്പെടുന്ന എത്ര പേരുണ്ട്? ഭരണാധികാരികൾക്ക് ദൈവഭയമില്ല, ആത്മീക നേതൃത്വത്തിന് ദൈവഭയമില്ല, വിശ്വാസ സമൂഹത്തിന് ദൈവഭയം ഇല്ല. അങ്ങനെയെങ്കിൽ ലോക മനുഷ്യരുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഇവിടെ പറയുന്നത് എന്താണ്? യഹോവയ്ക്കെതിരായിട്ട് ദോഷം നിരൂപിക്കുന്ന ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. ഈ കാണുന്നതൊക്കെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഉണ്ടായതാണെന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള സമൂഹം. എന്നാൽ നമ്മൾ ഓർക്കണം, ഏത് കാര്യത്തെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാലും
അതിനെല്ലാം ഒന്ന് അപഗ്രഥിച്ച് പഠിച്ചു നോക്കിയാൽ ദൈവമാണ് സകലത്തെയും നിർമ്മിച്ചത്, സകലത്തിന്റെയും സൃഷ്ടാവ് ദൈവമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവിടെ ജനത്തിന്റെ ഒന്നാമത്തെ പാപം എന്താണ്? ദൈവത്തിന് എതിരായിട്ട് ദോഷം നിരൂപിക്കുക, ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുക എന്നതാണ് അവരിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒന്നാമത്തെ പാപം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വിഷയങ്ങൾ ഒന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് വിരോധമായി, ദൈവത്തിന് വിരുദ്ധമായി ഒന്നും പറയുവാനായിട്ട് നമുക്ക് അവകാശമില്ല. ദൈവത്തെ ഭയപ്പെടുവാനല്ലാതെ, ദൈവത്തിൽ ആശ്രയിപ്പാനല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം പ്രാരംഭത്തിലെ വായിച്ചത്. യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു എന്ന്. രണ്ടാമതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവിടെ വിഗ്രഹാരാധന, ജനത്തിന്റെ ഇടയിൽ മുറ്റിയതായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടിയ തരത്തിലുള്ള ഒരു വിഗ്രഹാരാധന അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെക്കാൾ അധികമായോ ദൈവത്തിന് സമമായോ നമ്മൾ ആരാധിക്കുന്നതോ സ്നേഹിക്കുന്നതോ ആയതെല്ലാം ഒരു തരത്തിലുള്ള വിഗ്രഹാരാധന തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. ദൈവത്തിന് ഏറ്റവും വിരോധമുള്ളതും ദൈവം ഏറ്റവും ശക്തമായി ചെയ്യരുത് എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു വിഷയമാണ് 10 കൽപ്പനയിൽ ഒന്നാമത്. നമുക്കറിയാം, നമ്മൾ അതിനെ ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓർക്കുമ്പോൾ വിഗ്രഹാരാധനയിലായിരിക്കുന്ന ജനസമൂഹം, നമുക്കറിയാം ഇന്ത്യ എത്രയോ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു രാജ്യമാണ്. 33 കോടി ദേവന്മാരുള്ള ഹൈന്ദവ പശ്ചാത്തലത്തിൽ, ഹൈന്ദവ വിശ്വാസത്തിൽ അനേകം ആളുകൾ ആയിരിക്കുന്നു. എന്നാൽ അതിന്റെ മധ്യത്തിൽ നിന്നാണ് ചിലരെങ്കിലും കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയാകുന്നത്. എന്നാൽ ഓർക്കണം, ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ, വികസനം ഉണ്ടാകുന്നത് പലപ്പോഴും ചിന്തിച്ചു നോക്കിയാൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിലാണ്. 3000 കോടിയുടെ വിഗ്രഹം ഉണ്ടാക്കുകയാണ്. അതുപോലെ രാമന്റെ പേരിൽ വിഗ്രഹം ഉണ്ടാക്കുന്നതായിരുന്നു ഇതുവരെയുള്ള ഉണ്ടായിരുന്നതായിട്ടുള്ള ട്രെൻഡ് എങ്കിൽ, കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇങ്ങനെ പറയുകയുണ്ടായി, ഇനിയും 8000 കോടി കൊടുത്ത് സീതാദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കുവാൻ, രൂപമുണ്ടാക്കുവാൻ പോവുകയാണ്. 8000 കോടി രൂപ കൊടുത്ത് സീതാദേവിയുടെ രൂപം ഉണ്ടാക്കി വെക്കുവാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ, വിഗ്രഹാരാധന ഏറ്റവും വർദ്ധിച്ച ഒരു കാലയളവിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഓർക്കണം. ദൈവത്തെക്കാൾ അധികം മാനുഷിക നിർമ്മിതമായിട്ടുള്ള വിഗ്രഹങ്ങളോ മാനുഷിക വ്യക്തികളോ മാനുഷിക ഇടങ്ങളോ ഇന്ന് മനുഷ്യ ജീവിതങ്ങളിൽ അത് ഒരു ആരാധന ഇടമായി കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് നഹൂം പ്രവാചകൻ നിശ്ചിതമായി വിമർശിക്കുകയാണ്. ദൈവത്തെ തിരിച്ചറിയുവാൻ റോമാലേഖനം 1-ാം അധ്യായത്തിലെ വാക്യം ഞാൻ അല്പം മുമ്പേ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വം കൊടുക്കാതെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റു പലതിനും പലർക്കും കൊടുത്തപ്പോൾ അവർ ദൈവത്തിന്റെ രൂപത്തെ, ദൈവത്തിന്റെ ഭാവത്തെ മാനവരാശിയിലുള്ള ഈ ലോകത്തിലുള്ള പലതിനോടും തുല്യത കാണുവാൻ സാധിച്ചു. ചിലതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്, പ്രത്യേകിച്ച് ഞാൻ പ്രവചന പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ഒരു മരം വെട്ടിയിട്ട് ആ മരത്തെ ആരാധിക്കുന്ന മനുഷ്യനുണ്ട്. ആ മരം വെട്ടിയിട്ട് അതുകൊണ്ട് ഒരു പ്രത്യേക രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കുന്ന മനുഷ്യനുണ്ട്. അതിന്റെ മുൻപിൽ വണങ്ങുന്നതായിട്ടുള്ള മനുഷ്യരുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു, അവയെ ഉണ്ടാക്കുന്നവരും അവയെ പോലെയാണ്, അവയ്ക്ക് ജീവനില്ല എന്ന്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇസ്രായേൽ ജനം നിനവേക്കാർ എന്ത് ചെയ്തു? ദൈവത്തെക്കാൾ അധികമായി ഒരിക്കൽ ദൈവത്താൽ രൂപാന്തരം പ്രാപിച്ച് മാനസാന്തരം പ്രാപിച്ചതായിട്ടുള്ള ആ ദൈവജനം ഇപ്പോൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നാം എത്രത്തോളം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റുള്ളതിന് കൊടുത്തിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ഈ തരത്തിലായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്ന് ചിലരെങ്കിലും ചില കാര്യങ്ങളിൽ ഈ തരത്തിലുള്ളതായ ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നവരാണ് എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ,
എന്നെയും നിങ്ങളെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ചിലർക്ക് പ്രത്യേകത നിറഞ്ഞതായിട്ടുള്ള പല കാര്യങ്ങൾ ചിലപ്പോൾ വിഗ്രഹമായി മാറി എന്ന് വന്നേക്കാം. വിട്ടുമാറുവാൻ കഴിയാത്ത, പറ്റിച്ചേർന്ന് നിൽക്കുന്ന, പറ്റി പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ അതിനെ വിടുവാനായിട്ട് ഇടയാകണം. മുറുകെ പറ്റുന്ന പാപങ്ങളെ വിട്ട് ഓടണം എന്ന് എബ്രായലേഖനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മെ മുറുകെ പറ്റുന്ന പാപം എന്തൊക്കെയാ? ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ മാനുഷിക കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള വിശ്വാസ സമൂഹം. ഇത് പറയുമ്പോൾ ദൈവവചനത്തിന് എന്ത് പ്രാധാന്യം എന്ന് ഓർക്കണം കേട്ടോ. മനുഷ്യർ ചില വരുമാന മാർഗമായി ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ഇടങ്ങളും വിഗ്രഹങ്ങളും എല്ലാം തന്നെ ഇന്ന് ഇന്ത്യയിൽ കുന്നുകൂടുകയാണ്. ഇന്ത്യയിൽ നമുക്കറിയാം ധാരാളം ആൾ ദൈവങ്ങളുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ആൾ ദൈവങ്ങൾ കൂടുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ മനുഷ്യന് ഉപകാരം ചെയ്യുന്നില്ല. ചിലപ്പോൾ ചിലർ സോഷ്യൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തുകൊണ്ട് ചില സോഷ്യൽ വർക്കുകൾ ചെയ്ത് ജനങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ചെയ്യുന്നുണ്ടാകാം. എന്നാൽ അതൊക്കെയും അതിന്റെ പിന്നിലും അവർ നിൽക്കുന്നത് ഒരാൾ ദൈവങ്ങളായി തന്നെയാണ്. അവരെ വണങ്ങുന്ന, അവരെ നമസ്കരിക്കുവാൻ പോകുന്ന ആത്മീയ നേതൃത്വം അത് എത്ര മ്ലേച്ഛകരമാണ് എന്നുള്ളതും നമുക്ക് ഭയത്തോടെ അല്ലാതെ ഓർക്കുവാനായിട്ട് കഴിയുകയില്ല. ഇവിടെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിനവേക്കാരെ, നിങ്ങൾ ദൈവത്തിന് വിരോധമായി സംസാരിക്കരുത്, ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യരുത്, നിങ്ങൾ ദൈവത്തെക്കാൾ അധികം മറ്റുള്ളതിനെ ആരാധിക്കരുത് എന്ന് ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട് അതിന്റെ 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ കൂടിപ്പിണഞ്ഞിരിക്കുന്ന മുള്ളുപോലെ ആയാലും തങ്ങളുടെ മദ്യപാനത്തിൽ മദ്യപിച്ചിരുന്നാലും അവർ മുഴുവനും ഉണങ്ങിയ താളടി പോലെ തീക്ക് ഇരയായിത്തീരും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സുഖിയന്മാരായ ജനത്തിന്റെ മദ്യപാനമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ജനം ആത്മീകമായി അധപ്പതിച്ച ഒരു കാലം. ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ കൊച്ചു കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പണ്ട് ആളുകൾ പറഞ്ഞിരുന്നു. അന്ന് അങ്ങനെ ഒരു പ്രതീതി ആ കേരളത്തിനുണ്ടായിരുന്നു. അന്ന് ഗോഡ്സ് ഓൺ കൺട്രി ആയിരുന്നെങ്കിൽ ഇന്ന് ഡെവിൾസ് ഓൺ കൺട്രി ആയി മാറി. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസത്തെ ന്യൂസിൽ ഞാൻ കാണുകയുണ്ടായി, ഒരു മകൻ അവൻ മദ്യം വാങ്ങിക്കൊണ്ട് വീട്ടിൽ വന്നു. ആ കോട്ട വാങ്ങിക്കൊണ്ട്, അവന് ഫോറസ്റ്റിൽ ജോലി ചെയ്തൊരു മനുഷ്യനാ, ആ കോട്ട വാങ്ങിക്കൊണ്ട് വീട്ടിൽ വന്ന് മദ്യപിക്കുവാൻ തുടങ്ങിയപ്പോൾ വൃദ്ധയായ തന്റെ മാതാവ് ഇങ്ങനെ പറഞ്ഞു, മോനെ നീ കുടിക്കരുത്, ഇങ്ങനെയുള്ളതായ തെറ്റുകൾ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ കത്തി എടുത്തു കൊണ്ടുവന്ന് ആ മാതാവിന്റെ കഴുത്തറുത്ത മകനെ നമ്മൾ കാണുകയാണ്. ഇന്ന് സുബോധം നഷ്ടപ്പെട്ട ഒരു കാലയളവിലൂടെ മനുഷ്യൻ കടന്നു പോവുകയാണ്. എല്ലായിടത്തും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്രയോ ഹീനമായ പ്രവൃത്തികൾ നടക്കുകയാണ്. ഇന്നലെ ഇതാ ട്രെയിനില് ഒരു യുവതിയെ തള്ളിയിടുന്നതായിട്ടുള്ള ഒരു കുടിയനായ മനുഷ്യൻ. അങ്ങനെ പോകുന്നു ചിത്രങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താ ഇവിടെ പറയുന്നതെന്ന് അറിയാമോ? സുഖിയന്മാരായ മദ്യപന്മാരുടെ ജനത്തിന്റെ മദ്യപാനത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ആത്മീയ ലോകത്തിലും വിശ്വാസ സമൂഹത്തിലും കടന്നുകൂടിയിട്ടുണ്ട് എന്ന് മറന്നു പോകരുത്. ചില സഭകളിൽ പ്രത്യേകമായി നിഷ്കർഷിക്കും, ഇലക്ഷന് മുമ്പായിട്ട് എന്താണെന്നറിയാമോ? ദൈവത്താൽ സാക്ഷ്യം നേടിയവരും മദ്യപിക്കാത്തവരും സ്ഥിരമായി ആരാധനയ്ക്ക് പങ്കെടുക്കുന്നവരൊക്കെ വേണം സ്ഥാനത്തേക്ക് വരുവാൻ എന്ന് പറയാറുണ്ട്. എന്നാൽ അതൊക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മദ്യപാനത്തിൽ മുന്നിൽ നിൽക്കുന്നവരും സാമ്പത്തികമായി ഉന്നതരായിരിക്കാം, മദ്യപാനത്തിൽ മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് സഭകളിൽ ഉന്നത സ്ഥാനം കൊടുത്ത് അവരെ വണങ്ങുന്നതായിട്ടുള്ള, അവരെ ബഹുമാനിക്കുന്ന, അവർക്ക് ആദരവ് കൊടുക്കുന്ന ഒരു സമൂഹത്തിലല്ലേ ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്? ആത്മീയ നേതൃത്വം പോലും നിശ്ചിതമായി ശാസിക്കുവാൻ ശക്തിയില്ലാതെ, കെൽപ്പില്ലാതെ പോയിരിക്കുന്ന അനുഭവം. എന്നാൽ ഞാൻ പറയുന്നത് ഇത് വളരെ ശക്തമായി ഓർക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വചനം നിഷ്കർഷിക്കുന്നുവെങ്കിൽ, വചനം ഉറപ്പ് പറയുന്നുവെങ്കിൽ, അവരെ ആ ഭാഗത്ത് നിന്ന് കൊണ്ടുവരുവാനായിട്ട്, മാറ്റിക്കൊണ്ടുവരുവാനായിട്ട് എത്ര സഭാ നേതൃത്വത്തിന്, സഭാ വിശ്വാസികൾക്ക്, സഭയിലെ ശുശ്രൂഷകർക്ക് സാധിക്കുന്നു എന്നുള്ളത് ഓർക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്കറിയാം, മദ്യപാനം അല്ലെങ്കിൽ മദ്യം വിളമ്പുന്ന
ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള വരുമാനം ഇരുകരങ്ങളും നീട്ടി വാങ്ങുന്നതായിട്ടുള്ള ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്, അല്ലേ? എന്നാൽ ഇവിടെ പറയുകയാണ്, സുഖിയന്മാരായ ജനത്തിന്റെ മദ്യപാനം ജനത്തെ ആത്മീകമായി അധപ്പതിപ്പിച്ചു കളഞ്ഞു. ജനം അധപ്പതിച്ചു പോയി. ഇന്ന് മദ്യപാനം ഏറി വരികയാ. എവിടെയാണ്? ഇന്ന് നമുക്കറിയാം, കേരളത്തില് പണ്ടാരോട് പറഞ്ഞത് ഞാൻ കേട്ടു, ആകെ ഉണ്ടായ വികസനം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഉണ്ടായിരുന്നതായിട്ടുള്ള കുറച്ച് ആന്റണിയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്ന കുറച്ച് ബാറുകൾ അത് 100 കണക്കിന് വർദ്ധിക്കുവാനായിട്ടുണ്ടായ വികസനം. ബാറുകളുടെ എണ്ണം കൂടി. അത് മാത്രമാണ് അവിടെ ഉണ്ടായത്. ഒരു പുതിയ പ്രോജക്റ്റ് കൊണ്ടുവന്നത് ഒരേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ കുടിച്ചിട്ട് കളയുന്നതായിട്ടുള്ള കുപ്പി പറക്കി കൊടുത്താൽ 20 രൂപ കൊടുക്കാമെന്നുള്ള ഒരു പുതിയ ഒരു വികസനം. അല്ലാതെ കേരളത്തിലൊന്നും ഉണ്ടായതായിട്ട് ആളുകൾ പറയുന്നില്ല. നമ്മളൊക്കെ ഇവിടെ മറ്റ് സ്ഥലത്ത് താമസിക്കുന്നവരാകുന്നതുകൊണ്ട് നമുക്ക് അത്രത്തോളം അതിനെക്കുറിച്ച് അറിയില്ല. എങ്കിലും ഞാൻ പറഞ്ഞത്, മദ്യപാനികളായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുകയാണ്. കാരണം എന്താ? ബാറുകൾ വർദ്ധിക്കുകയാണ്. അതിന്റെ ഇന്ന് സുലഭമായി അത് ലഭിക്കുകയാണ്. അത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ആ തരത്തിലായിരിക്കുകയാണ്. ഇന്ന് വിവാഹാലോചന ചെയ്യുമ്പോൾ അവരുടെ പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ചാൽ, ഹാബിറ്റ് എഴുതിയിരിക്കുമ്പോൾ എഴുതും ഡ്രിങ്കിങ്, എന്നിട്ട് എഴുതുന്ന ഇതാ ഒക്കേഷണലി ഡ്രിങ്കിങ്. അപ്പോൾ അതിന് മറുപടി അവർ പറയുന്നത്, എപ്പോഴും ഒന്നുമില്ല കേട്ടോ, ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം ഇങ്ങനെ ചോദിക്കും, ഫ്രണ്ട്സുമായിട്ട് കൂടുന്നത് എപ്പോഴാ? എന്നും ജോലി കഴിഞ്ഞ് ഞങ്ങൾ കൂടാറുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? എന്നും കുടിയനാണ് അതിന്റെ അർത്ഥം. എഴുതുമ്പോൾ എഴുതും ഒക്കേഷണലി ഡ്രിങ്കിങ്. അതിന്നൊരു സമൂഹത്തില് ഒരു സ്റ്റാറ്റസ് ആയി വന്നിരിക്കുകയാണ്. ഇന്നത്തെ യുവതികൾക്കും അത് താല്പര്യമാണ്. ഒരല്പം അടിക്കുന്നവനെ മതി, അല്പം കുടിക്കുന്നവനെ മതി എന്നുള്ള ഒരു പോളിസിയിലേക്ക് വന്നിരിക്കുകയാണ്. മദ്യപാനം ഇന്ന് ഒന്ന് ശാസിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലൂടെ പോകുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ പ്രവാചകൻ വളരെ ശക്തമായി പറയുകയാണ്, നിങ്ങളുടെ ഈ കഠിനമായ പാപത്തിൽ നിന്ന് നിങ്ങൾ മാറി വരണം എന്ന് വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നാലാമതായിട്ട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ദേശം നശിക്കുമ്പോഴും ജനത്തെ ഉണർത്തേണ്ട ഇടയന്മാർ സുഖസുഷുപ്തിയിലായിരിക്കുന്നു എന്ന ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 18-ാം വാക്യം, അശൂർ രാജാവേ, നിന്റെ ഇടയന്മാർ ഉറങ്ങുന്നു, നിന്റെ കുലീനന്മാർ വിശ്രമിച്ച് കിടക്കുന്നു, നിന്റെ ജനം പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നു, അവരെ കൂട്ടിച്ചേർക്കുവാൻ ആരും ഇല്ല. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇടയന്മാർ സ്വാർത്ഥരായി ലോകമോഹങ്ങളിൽ മുഴുകിയിരിക്കുന്ന കാലം. നിനവയുടെ കാലമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിനവയിലെ ആളുകളുടെ അന്നത്തെ അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ പ്രവചിക്കുകയാണ്. ഞാൻ അതിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ അറിയാം. ഈ നഹൂം പ്രവാചകന്റെ പ്രവചനത്തിന് ശേഷം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, 50 വർഷം കഴിഞ്ഞപ്പോൾ, ഇതേ തന്നെ കാര്യം സെഫന്യാവും പ്രവചിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പ്രവാചകന്റെ വാക്കുകൾക്ക് ശേഷം 50 വർഷം കഴിഞ്ഞപ്പോൾ നിനവെ നാശമായി തീരുകയാണ്. നിനവെ നാശപട്ടണമായി തീരുകയാണ്. നശിച്ചുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞത്, ഇവിടെ പറഞ്ഞ വിഷയം എന്താണെന്ന് അറിയാമോ? ജനത്തിന്റെ പാപം എന്തെന്ന് ചോദിച്ചാൽ, ജനത്തെ ഉണർത്തേണ്ട ഇടയന്മാർ. നമ്മൾ ഇന്ന് പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ കർത്താവ് യേശുക്രിസ്തു യോഹന്നാൻ 10-ാം അധ്യായത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി, ഞാൻ നല്ല ഇടയനാകുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുസരിക്കുന്നു, അനുഗമിക്കുന്നു എന്ന്. ഇന്ന് ധാരാളം ശബ്ദങ്ങൾ കേൾക്കുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, ഇടയൻ ആടുകളുടെ ശബ്ദം തിരിച്ചറിയുന്നത് പോലെ ആടുകൾ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുവാൻ സാധിക്കണം. ഇന്ന് യഥാർത്ഥ ഇടയന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? യഥാർത്ഥ ആടുകളുടെ ശബ്ദം ഇടയന് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഈ കഴിഞ്ഞിടയില് ഞാനൊരു വാർത്ത വായിച്ചത്, കണ്ടത് ഇങ്ങനെയാണ്. ഒരു പാസ്റ്റർ ഒരു മേശയുടെ പുറകില് മറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖം ആർക്കും കാണത്തില്ല, അദ്ദേഹത്തെ ആരും കാണുന്നില്ല. അദ്ദേഹം ഇരിക്കുന്നതായിട്ടുള്ള മേശയുടെ, അല്ലെങ്കിൽ അദ്ദേഹം ആയിരിക്കുന്നതായിട്ടുള്ള മേശയുടെ മുൻപിലേക്ക് വന്നിട്ട് വിശ്വാസികൾ ഓരോന്നുമായി വന്നിട്ട് ഓരോ വാചകം പറയും. അപ്പോൾ പുറകിലിരിക്കുന്ന മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പാസ്റ്റർ
ആ പറഞ്ഞ വ്യക്തിയുടെ പേര് എടുത്തു പറയും. അതിൽ 99% കറക്റ്റ് ആയിരുന്നു എന്നാണ് അവിടെ അതില് ഞാൻ മനസ്സിലാക്കിയത്. അതിന്റെ അർത്ഥം എന്താണ്? ആ 100-ൽ 99 പേരുടെയും ശബ്ദം തിരിച്ചറിയുവാൻ ആ ഇടയന് കഴിഞ്ഞെങ്കിൽ നാം നമ്മോട് തന്നെ ചോദിക്കണം, നമ്മുടെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ ഇടയൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇടയ ശ്രേഷ്ഠനായ കർത്താവായ യേശു ക്രിസ്തു. ദാവീദ് തന്റെ ജീവിതത്തിൽ ഭാരങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ യഹോവ എന്റെ നല്ല ഇടയനാകുന്നത് കൊണ്ട് അവന്റെ അവൻ നയിക്കുന്നതായിട്ടുള്ള വഴിയരിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, അവന്റെ ശബ്ദം ഞാൻ കേൾക്കുമ്പോൾ, അവനിൽ ഞാൻ ആനന്ദം കണ്ടെത്തുമ്പോൾ എനിക്ക് അവനിൽ സന്തോഷമുണ്ടെന്ന് പറയുവാൻ ദാവീദിന് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ കഴിയുന്ന ഒരനുഭവം ഉണ്ടോ? യഹോവ നല്ല ഇടയനെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? പ്രവാചകൻ യെശയ്യാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വഴി ഇതാകുന്നു എന്നുള്ള ശബ്ദം പിറകിൽ നിന്ന് കേൾക്കും എന്ന് നമ്മൾ വായിക്കുന്നു. അതെ, നമ്മൾ എല്ലായ്പ്പോഴും ക്രോസ് റോഡ്സിൽ നിൽക്കുമ്പോൾ, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ വഴിതെറ്റി നിൽക്കുമ്പോൾ, വഴിമുട്ടി നിൽക്കുമ്പോൾ കർത്താവിന്റെ ശബ്ദം കേട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്നുണ്ടോ? നമ്മൾ ഇടയന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഈ ബഹളങ്ങളുടെ നടുവിൽ, അനേക ശബ്ദ കോലാഹലങ്ങളുടെ നടുവിൽ യഥാർത്ഥ കർത്താവിന്റെ ശബ്ദം, യഥാർത്ഥ നല്ല ഇടയന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഇടയന്മാർ സ്വാർത്ഥരായി ലോകമോഹങ്ങളിൽ മുഴുകിയിരിക്കുന്ന കാലം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അന്നുണ്ടായിരുന്ന ആത്മീക ലോകത്തിൽ ആത്മീക കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ. ഞാൻ ഒത്തിരി ഉദാഹരണത്തിലേക്ക് പോകുന്നില്ല. ശമൂവേൽ പ്രവാചകൻ, ശമൂവേൽ ബാലൻ തന്റെ ശുശ്രൂഷയ്ക്കായി വരുമ്പോൾ, താൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവനായി ഏലി എന്ന പുരോഹിതൻ അടുക്കിലേക്ക് വരുമ്പോഴും ഏലി പുരോഹിതന്റെ ആത്മീക നിലവാരം വളരെ മോശമായിരുന്നു. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും മനസ്സിലാക്കാത്ത ലേവി പുരോഹിതനെ നമ്മൾ കാണുകയാ, ഏലി പുരോഹിതനെ കാണുകയാ. അവന് മനസ്സിലായില്ല യഹോവയുടെ ശബ്ദമാണോ എന്ന്. 3 പ്രാവശ്യം വന്ന് ചോദിച്ചു, എന്നെ വിളിച്ചോ? അപ്പോൾ ഏലി പറഞ്ഞു, ഇല്ല, ഞാൻ വിളിച്ചില്ല. ഇനിയും വിളിക്കുകയാണെങ്കിൽ എന്ത് പറയണം? യഹോവേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം എന്ന് പറഞ്ഞു. ഞാനിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിച്ച വിഷയം ഇങ്ങനെയാണ്. അനേക വർഷങ്ങളായി ദൈവിക ശുശ്രൂഷയിൽ, പൗരോഹിത ശുശ്രൂഷയിൽ ആയിരുന്നതായിട്ടുള്ള ഏലി പുരോഹിതന് വ്യക്തമായ ദൈവിക ശബ്ദം കേൾക്കുവാൻ കഴിയാതിരുന്നപ്പോൾ കണ്ണുനീരോടെ നിലവിളിച്ച് മനസ്സ് തുറന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ലഭിച്ച ശമൂവേൽ എന്ന ബാലൻ ദൈവസന്നിധിയിൽ ആയിരുന്നപ്പോൾ അവന് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഈ കാഴ്ചപ്പാടാ ഉണ്ടാകേണ്ടത്. ലോകത്തെയോ ലോകത്തിലെ ആത്മീക നേതൃത്വത്തെയോ അല്ല ഞാൻ നിങ്ങൾ നോക്കേണ്ടത്. ദൈവവചനത്തിൽ കൂടെ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയുമ്പോൾ, നമ്മൾ വായിച്ചതുപോലെ 1-ാം അധ്യായം 7-ാം വാക്യത്തിലെ വാക്യം വീണ്ടും ഓർമ്മ വരികയാ, ഞാൻ അവനെ അറിയുന്നു, എങ്കിൽ ആശ്രയിക്കുന്നവനെ ഞാൻ അറിയുന്നു. അതെ, നമ്മെ അറിയുന്ന ഒരു നല്ല കർത്താവ് ഈ ലോകത്തിൽ ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, നാം ഇനിയും അലസരായി പോകാതെ, ഇടയന്മാരെ മാത്രം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമല്ല. ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ, എന്താണ്, ഈ ദേശത്തെ നശിപ്പിച്ചു കളയാതെ വണ്ണം ഇടിവിൽ നിന്ന് മധ്യസ്ഥത അണയ്ക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടില്ല താനുമെന്ന വേദനാജനകമായ വാക്കുകൾ യെഹെസ്കേൽ പ്രവാചകനെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഞാൻ ഇടിവിൽ നിൽക്കാം, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുവാൻ, ദൈവശബ്ദം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഇടയായി തീരണം. അതുകൊണ്ട് നമുക്ക് ഉണരുവാൻ സമയം അടുത്തിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ, അവന്റെ ശബ്ദം കേട്ടൊന്ന് ഉണരുവാനായിട്ട് നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. കർത്താവിന്റെ വരവിന്റെ മാറ്റുവിളികൾ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ നാളുകളില് കർത്താവിന്റെ സന്നിധിയിൽ വ്യക്തമായും ശക്തമായും ഒന്ന് ഉണരുവാനായിട്ട് കഴിയുന്നുണ്ടോ? എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് പോലെ, അതുകൊണ്ട് ഉറങ്ങുന്നവനെ, നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്ക് ദൂത് നൽകുമ്പോൾ
അനേകം ശക്തമായിട്ടുള്ള വാക്കുകൾ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഉണരുക, ഉണരുക, നിന്റെ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, നിന്റെ പ്രവൃത്തി, നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരിക, നീ നല്ല പ്രവൃത്തി ചെയ്യുക എന്നൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഉണരുവാനുള്ള ആഹ്വാനം അതിക്രമിച്ചു പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഉണരുവാനായിട്ട് സിയോനെ നീ ഉണരുക, ഉണരുക, ബലം ധരിച്ചുകൊള്ളുക എന്ന ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്, നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ, തിരുത്തേണ്ട മേഖലകൾ തിരുത്തൽ പ്രാപിക്കുവാനായിട്ട് ഇടയാകട്ടെ. അങ്ങനെ രക്ഷകനായ യേശു കർത്താവിന്റെ യഥാർത്ഥ സന്ദേശ വാഹകരായി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരു നാശം മുന്നിലുണ്ട്, ഒരു ന്യായവിധി വരാൻ പോകുന്നു എന്ന വാർത്ത വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ പ്രവാചകൻ, ഞാൻ നഹൂം പ്രവാചകനെ കുറിച്ച് ഒരിക്കൽ നഹൂം പ്രവാചകന്റെ പുസ്തകം നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. നഹൂമിന്റെ വാക്കുകൾ വളരെ കർക്കശമായിട്ടുള്ള വാക്കുകളായിരുന്നു. നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, വളരെ കർക്കശമായിട്ടുള്ള വാക്കുകൾ. ഇന്ന് അങ്ങനെ പറയുവാൻ ചങ്കൂറ്റമില്ല, അഥവാ പറഞ്ഞാൽ പ്രശ്നങ്ങൾ വർദ്ധിക്കും. അതൊരു കാലയളവാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്ര മാത്രം: ഈ പ്രവാചകന്റെ വാക്കുകൾ കർക്കശമായി നിനവേക്കാരെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഒരിക്കൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ മേൽ വരുത്തുവാൻ വെച്ചിരുന്ന ന്യായവിധി മാറ്റിയ ദൈവം ഇവിടെ പറയുകയാണ്, ദീർഘക്ഷമയുള്ളവനാണെങ്കിലും അവൻ ആരാണെന്നറിയാമോ? തീഷ്ണതയുള്ളവനാ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ് എന്ന് പറയുമ്പോൾ സകലത്തെയും ദഹിപ്പിച്ചു കളയുവാൻ, സകലത്തെയും കാണുവാൻ, മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ പോലും ഉള്ളറിയുവാൻ കഴിയുന്ന ആ കർത്താവ് ജീവിക്കുന്നുണ്ട്. ആ കർത്താവ് നമ്മെ ഇന്ന് രാത്രിയിൽ കാണുന്നു. ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മളിങ്ങനെ വായിക്കുന്നു, അവന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ല എന്ന്. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ നിനവേക്കാരുടെ പാപം ഓരോന്നായി നമ്മൾ പരിശോധിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കുവാൻ കഴിയുമോ? ഞാനും നിങ്ങളും എങ്ങനെയായിരിക്കുന്നു? ഒന്ന്, യഹോവയ്ക്ക് എതിരായി ദോഷം നിരൂപിക്കുന്ന, ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തികളായി നിനവേക്കാർ മാറി. 2, വിഗ്രഹാരാധന ഏറ്റവും വർദ്ധിച്ച ഒരു കാലയളവിലേക്ക് അവർ വന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഗ്രഹമുണ്ടോ? മാറ്റുവാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. 3, ഞാൻ ഓർമ്മപ്പെടുത്തിയത്, സുഖിയന്മാരായ ജനത്തിന്റെ മദ്യപാനം. അതായത് വീഞ്ഞു കുടിച്ച് മത്തരാകരുത് എന്ന വാണിങ് മറന്നുകൊണ്ട് മദ്യപാനത്തിന്റെ അടിമത്വത്തിലായിരിക്കുന്ന ധാരാളം ആളുകൾ. അതിൽ നിന്ന് വിമുക്തി നേടുവാൻ എത്ര കുടുംബങ്ങൾ ഇന്ന് തകർന്നു പോകുന്നു, എത്ര ആളുകൾ ആത്മഹത്യയുടെ വക്കിൽ ആയിരിക്കുന്നു, എത്ര ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, എത്ര കൊലപാതകങ്ങൾ നടക്കുന്നു. ആ ലോകമോഹങ്ങളിൽ നിന്ന് ഇടയന്മാർ മാറുവാനായിട്ട് ഇടയായിത്തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒടുവിൽ പറഞ്ഞത്, ഇത്രയും പ്രതിസന്ധി നടക്കുമ്പോഴും ഇടയന്മാർ ഉറങ്ങുകയാണ്. ഉണർന്നെഴുന്നേൽക്കുവാൻ സമയമായിട്ടും ഉറങ്ങുന്നതായിട്ടുള്ള ഇടയന്മാർ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ദൈവങ്ങളിൽ വിട്ടുകൊടുക്കാം, ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന് മുൻപാകെ പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നിലനിൽക്കുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ ഈ ദിവസങ്ങളിൽ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ഈ ദിവസങ്ങളിൽ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവൻപാകെ നമ്മെ തന്നെ വിനയപ്പെടുത്താം. ദൈവൻപാകെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവെ, നീ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു വിശുദ്ധ ജീവിതം നയിപ്പാനായിട്ട് എന്നെ ഒരുക്കണമേ എന്ന ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്ഥിതിയിൽ ഏകാഗ്രമാക്കാം. കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തെ ഓർത്തുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വിനയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള വേളയിൽ